ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മുരിങ്ങാക്കായ മസാല ഗ്രേവി ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഗരം മസാല പൊടി കൂടി ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്തെടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ എരിവില്ലാത്ത മുളകും പൊടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ ഇളക്കി കൊടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1/2 വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതാ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 തക്കാളി കട്ട് ചെയ്തത് ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കറിവേപ്പില അതുകൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക. 3 മുരിങ്ങാക്കായ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അരപ്പ് ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കായ മസാല ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങാക്കായൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.